സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഷാജി സ്കറിയ പൊതുവെ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്നത് BJP അനുഭാവിയാണെന്നാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ BJP കാരനല്ല. ശരി, BJP കാരനല്ല, BJP അനുഭാവമുള്ളവരാണ്. എങ്ങനെ? സത്യം മാത്രമേ പറയുള്ളൂ. അപ്പോൾ സത്യത്തിനോടൊപ്പം മാത്രമേ ഞാൻ നിലനിൽക്കുള്ളൂ. പിന്നെ മോഡി ഗവൺമെന്റ് അല്ലെങ്കിൽ മോഡിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്. എന്തുകൊണ്ടാണ്? കാര്യം അല്ലെങ്കിൽ പല കാര്യങ്ങളിലും പൂട്ടു വീഴും. മോഡി ഭരിക്കുമ്പോൾ മോഡിക്കെതിരെ എന്തെങ്കിലും മിണ്ടിയാൽ, എന്തെങ്കിലും സംസാരിച്ചാൽ, എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഇതുവരെ? ഇല്ല. 7000 കോടിയുടെ അഴിമതി നടത്തിയ നമ്മുടെ ശരത് പവാറിന്റെ പാർട്ടിയിൽപ്പെട്ട ആളായിരുന്നു അജിത് പവാർ, NCP. ആ പാർട്ടിയെ തന്നെ രണ്ടാക്കി BJP-യോടൊപ്പം പോയതോടുകൂടി, അവരോടുകൂടി ഭരണം പങ്കാളിത്തം വഹിച്ചതോടുകൂടി ആ അഴിമതി കേസ് ഇല്ലാതായി. എൻഫോഴ്സ് ഡയറക്ടറേറ്റ് വരും, പിടിക്കും, അറസ്റ്റ് ചെയ്യും, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായതാണ്. BJP ആയിട്ട് പോയത് ഉടനെ തന്നെ അത് പ്രശ്നമില്ലാതായി, അത് അഴിമതിക്കാരനല്ലാതായി. അപ്പൊ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ ഷാജി സ്കറിയയ്ക്ക് ഇല്ല. അഴിമതിക്കാര വെള്ള പൂശുകയാണ്, അല്ലെങ്കിൽ MLA-മാരെയും MP-മാരെയും പൈസ കൊടുത്ത് BJP വിലക്കെടുക്കുന്നു എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഷാജി സ്കറിയയ്ക്കില്ല. അപ്പോൾ ദേശീയ തലത്തിൽ മോഡിക്ക് അനുകൂലമായ തീരുമാനം എടുത്തില്ലെങ്കിൽ പൂട്ടുവീഴും, അകത്താവും. അല്ലാതെ വേറൊന്നുമല്ല. അല്ലാതെ BJP-യോടുള്ള സ്നേഹവും സത്യസന്ധതയൊന്നുമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് അത് മാത്രമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനങ്ങളിലൊന്നാണ് RSS-ഉം ബജ്റംഗ് ദളും ശ്രീരാം അസാനയൊക്കെ. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നും പറഞ്ഞ് എല്ലാ ദിവസവും ഷാജി സ്കറിയയുടെ നാവിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. എന്താണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് വിശദീകരിക്കുന്നുണ്ട്. റിലീജിയസ് ഇസ്ലാം വേറെ, പൊളിറ്റിക്കൽ ഇസ്ലാം വേറെ. ആദ്യമായിട്ട് ഷാജി സ്കറിയ ഒരു കാര്യം മനസ്സിലാക്കുക. ഇസ്ലാം എന്ന് പറയുന്നത് മതവിശ്വാസമാണ്. നീ പറയുന്ന, അതായത് ഷാജി സ്കറിയ പറയുന്ന യേശു ക്രിസ്തു, ജീസസ് എന്ന് പറയുന്ന ആള് മുസ്ലിം ആയിരുന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസം ഇസ്ലാം മതവിശ്വാസമായിരുന്നു. പിന്നെ മൂസ എന്ന് പറയുന്ന പ്രവാചകനും അതേപോലെ മുസ്ലിം ആയിരുന്നു, ഇസ്ലാം മത വിശ്വാസിയായിരുന്നു. അവർക്ക് ശേഷമാണ്, അതായത് മൂസാക്ക് ശേഷം യഹൂദ മതം ഉണ്ടാക്കുന്നു, ഈസാക്ക് ശേഷം, ജീസസിന് ശേഷം ക്രിസ്ത്യൻ മതം ഉണ്ടാക്കുന്നു. അവരാരും ഈ മതം ഉണ്ടാക്കിയിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ രണ്ടാമതുള്ള കാര്യം, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്, ഇസ്ലാം മത വിശ്വാസികൾ വിശ്വസിക്കുന്നത് പറയുന്നത് അള്ളാഹു, അതായത് ഏകൻ ദൈവം ഒരാൾ മാത്രമേ ഉള്ളൂ. പ്രവാചകന്മാര് ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് 1,24,000